ഇനി നിങ്ങൾ ചോറിക്ക് കറി ഉണ്ടാക്കിയില്ലെങ്കിലും പേടിക്കൊന്നും വേണ്ട ഈ ഒരൊറ്റയായിട്ട് ഉണ്ടാക്കിയാൽ മതി. ചോറ് ഇഷ്ടം പോലെ തിന്ന് പോകട്ടോ. അതിന് വേണ്ടിയിട്ട് നമ്മളിതാ ഒരു കടായി അടുപ്പത്ത് വെച്ച് ചൂടായി വരുമ്പോൾ അതിലേക്ക് നെയ്യ് ഇട്ട് കൊടുത്ത് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്ത് എന്നിട്ട് ഇതായത് പച്ചമുളക്, കറിവേപ്പില, ബേ ലീഫ്, പെരുംജീരകം, കുരുമുളക്, ഏലം, ഗ്രാമ്പു, പട്ട ഇതെല്ലാം കൂടെ ഇട്ട് കൊടുക്കുക ഒറ്റയിടൽ. അതൊന്നും റെഡിയായി വരുമ്പോൾ നമുക്കിത് ഇഞ്ചും വെളുത്തുള്ളിയും കൂടെ അരിഞ്ഞത് ഇട്ട് കൊടുക്കണം. അച്ചാതച്ചതിൽ അരച്ചതും അല്ല കേട്ടോ, അരിഞ്ഞെടുത്തത്. പിന്നെ ഒറ്റ സവാള ഉണ്ടോ അധികം ഇട്ട് കൊടുത്തിട്ട് അതൊന്ന് മൂത്ത് വരുമ്പോൾ അതിലേക്ക് 2 വലിയ തക്കാളി ഇട്ട് കൊടുത്ത് പാകത്തിന് ഉപ്പ് ചേർക്കുക, നന്നായിട്ട് വഴറ്റിയെടുക്കുക. ടൊമാറ്റോ റൈസ് കേട്ടോ, അടിപൊളി ടൊമാറ്റോ റൈസ് ആണ്. ഇതിലേക്ക് ഒരല്പം ഗരം മസാല ചേർത്ത് കൊടുക്കുക, ഒരല്പം മുളക് പൊടി ചേർത്ത് കൊടുക്കുക, കറക്റ്റ് അളവും കണക്കും ഞാൻ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുക, ഇളക്കി വേവിക്കുക, നന്നായിട്ട് വെന്തോട്ടാ. എന്നിട്ട് അതിലേക്ക് ഇത് 2 ആൾക്ക് മിതമായ രീതിയിൽ 2 ആൾക്ക് കഴിക്കാനുള്ള ചോറ് ഈ ഒരൊറ്റ മസാലയിൽ ഉണ്ടാക്കിയെടുക്കട്ടോ. സൂപ്പർ ടേസ്റ്റാണ്, എല്ലാവർക്കും ഇഷ്ടപ്പെടും. മക്കൾക്ക് ലഞ്ച് ബോക്സിലൊക്കെ ഇടയ്ക്ക് ഇതൊന്നും ഉണ്ടാക്കി കൊടുത്തോണ്ട് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു ഐറ്റമാണ്. ഇതിക്ക് വേറെ ഒന്നും വേണ്ട, ഒരു അച്ചാറോ എന്തെങ്കിലും ചെറുതായിട്ട് മതി. നമ്മൾ ഇതിക്ക് നല്ല ബീട്രൂട്ട് അച്ചാർ ഇട്ട് കൊടുത്തിട്ട് എല്ലാം കുഴച്ച് തിന്നുന്നുണ്ട്, അടിപൊളി.